ആട് 3 ഷാജിപ്പാപ്പനും പിള്ളേരും വന്നിട്ട് ഇന്ന് 5 ദിവസമായി. ഈ 5 ദിവസത്തിൽ 4 ദിവസവും ഷാജിപ്പാപ്പനും പിള്ളേരും കത്തിക്കേറുമായിരുന്നെങ്കിൽ 5-ാം ദിവസമായ ഇന്നലെ, അതായത് ആദ്യത്തെ വർക്കിംഗ് ഡേയിൽ ഷാജിപ്പാപ്പനും പിള്ളേരും ഒന്ന് മങ്ങിയോ എന്നൊരു സംശയം. എന്തായാലും ആട് 3യുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യം ഫസ്റ്റ് ഡേ, ആട് 3 ഫസ്റ്റ് ഡേ നെറ്റ് ഇന്ത്യ നെറ്റ് കണക്ഷൻ ആണ് പറയുന്നത്. 5.95 CR 1803 ഷോയിൽ നിന്ന്, അതായത് 67% ഒക്കുപ്പൻസി നേടി. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേനും വേറെ ലെവലിൽ, അതായത് 6.30 CR 1784 ഷോയിൽ നിന്ന് 74% ഒക്കുപ്പൻസി. അതായത് ആദ്യ ദിവസം 67 ആയിരുന്നെങ്കിൽ അതിന്റെ ഇരട്ടി 74% ഒക്കുപ്പൻസിയിൽ സെക്കൻഡ് ഡേ പെർഫോം ചെയ്തു. തേർഡ് ഡേ വരുമ്പം 7.15 CR, അതായത് 74% ഒക്കുപ്പൻസി. സെക്കൻഡ് ഡേയിൽ 74 ആയിരുന്നു, തേർഡ് ഡേയിൽ 74% ഒക്കുപ്പൻസിയിൽ 1918 ഷോകൾ കളിച്ചു. 4-ാം ദിവസമായപ്പോൾ 7.10 CR 1936 ഷോയിൽ നിന്ന് 74% ഒക്കുപ്പൻസി. അതായത് ആദ്യത്തെ 3 ദിവസവും 74% ഒക്കുപ്പൻസിയിൽ തന്നെ ഷോ കളിച്ചുകൊണ്ടിരുന്നു. ഒപ്പം 4 ദിവസം കൊണ്ട് തന്നെ, അതായത് ഈ 3 ദിവസവും 6 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ ഷാജിപ്പാപ്പനും പിള്ളേർക്കുമായി. പക്ഷേ ഒരു സിനിമ റിലീസ് ചെയ്ത് അത് വീഴുവോ അതോ വാഴുവോ എന്നറിയുന്നതെന്ന് പറയുന്നത് ആദ്യത്തെ വർക്കിംഗ് ഡേയിലാണ്. ആദ്യത്തെ വർക്കിംഗ് ഡേയിലെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കും എന്നുള്ളതും ഒരു സിനിമയിലെ റണ്ണിങ് എത്രത്തോളം പോകും അല്ലെങ്കിൽ കളക്ഷൻ എത്രത്തോളം പോകും എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെയും ഷാജിപ്പാപ്പന്റെ 5-ാമത്തെ ദിവസം ഡേ 5ൽ 3.30 CR ആണ് കളക്ട് ചെയ്തേക്കുന്നത്. അതായത് ഡേ ഫസ്റ്റില് 5.95, അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ മുതൽ ഫോർത്ത് ഡേ വരെ 6 കോടിക്ക് മുകളിൽ പെർഫോം ചെയ്ത ഷാജിപ്പാപ്പനും പിള്ളേരും ആദ്യത്തെ വർക്കിംഗ് ഡേയിൽ ഈ മൺഡേയിൽ 40% ഒക്കുപ്പൻസി, 1704 ഷോ കളിച്ചു. 40% ഒക്കുപ്പൻസിയിലാണ് 3.30 CR നേടിയിരിക്കുന്നത്. അപ്പം ഷാജിപ്പാപ്പനും പിള്ളേർ ഏതാണ്ട് ആഗോളതലത്തിൽ ഇപ്പം തന്നെ 5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. നോർമലി ആദ്യത്തെ വർക്കിംഗ് ഡേയിൽ ഒക്കുപ്പൻസി കുറയുമെന്ന് പറഞ്ഞാലും ഇത് വലിയൊരു സിനിമയെ സംബന്ധിച്ച്, വൺ ബഡ്ജറ്റ് വരുന്ന സിനിമയെ സംബന്ധിച്ച് ഇതൊരു നോർമൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എന്നാ പറയുന്ന ഒരു കളക്ഷൻ തന്നെയാണ്. 40%. ഇനി വരും ദിവസങ്ങളിലും ഷാജിപ്പാപ്പനും പിള്ളേരും എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കിയിരിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഷാജിപ്പാപ്പനും പിള്ളേരും 100 കോടി കളക്ട് ചെയ്യും. പക്ഷേ ഇതൊരു ബഡ്ജറ്റ് ഉള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം കളക്ഷൻ നേടാൻ പറ്റുമെന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കളക്ഷനുമായിട്ട് നമ്മൾ എല്ലാ ദിവസവും വരുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.